വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ലത്തീഫ് പറമ്പിൽ. എഴുതാൻ ആരംഭിച്ചിട്ട് ഒരു പതിറ്റാണ്ടു കാലത്തിലേറെയായി. എഴുതുന്നത് എന്തിന് എന്ന ചോദ്യം ഇപ്പോൾ ആദ്യമായി എൻ്റെ മുന്നിലെത്തിയിരിക്കുകയാണ്. ആൽബർട്ടോ മൊറേവിയ പറഞ്ഞു, സാഹിത്യം തനിക്കൊരു ഹോബിയാണെന്ന്. എനിക്ക് അതൊരു ഹോബിയായി കാണാൻ കഴിയുന്നില്ല. എന്നും അതെനിക്കൊരു വേദനയായിരുന്നു. ആത്മാവിൻ്റെ ദാഹം ആയിരുന്നു, സ്വപ്നമായിരുന്നു. പക്ഷേ എന്തിനെഴുതുന്നു? മഹത്തായ കുറേ കാര്യങ്ങൾ എനിക്ക് ലോകത്തിനോട് പറയാനുണ്ട് എന്ന് വെച്ചാണോ? എഴുത്ത് ആദായകരമായ ഒരു നല്ല തൊഴിലാണെന്ന് വെച്ചാണോ? അല്ല. ആദായകരമായ ഒരു തൊഴിലാണ് ആവശ്യമെങ്കിൽ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രസിദ്ധി ഉദ്ദേശിച്ചാണോ? എഴുത്തുകാരൻ താൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് കിട്ടുന്ന ആരാധനയും പ്രസിദ്ധിയും ജീവിതത്തിൻ്റെ മറ്റു പല മണ്ഡലങ്ങളിലും പ്രവർത്തിക്കുന്നവരോട് താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ നിസ്സാരമാണ്. ഒരു മഹാകാഥികൻ്റെയോ മഹാകവിയുടെയോ പുസ്തകം ഇറങ്ങുന്ന ദിവസം ബുക്ക് സ്റ്റാളിൻ്റെ മുന്നിൽ ബോക്സ് ഓഫീസ് തകർക്കാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരു ജനക്കൂട്ടം, അവരെ നിയന്ത്രിക്കാനും വേണ്ടിവന്നാൽ പിരിച്ചുവിടാനും ചൂരൽ വടികളുമായി പോലീസുകാർ. ഇതൊന്നും ഉണ്ടായിട്ടില്ല, ഉണ്ടാവില്ല. വിഖ്യാത സാഹിത്യകാരൻ MT വാസുദേവൻ നായരുടെ കാഥികൻ്റെ പണിപ്പുരയിൽ നിന്നുള്ളതാണ് ഈ വരികൾ. എഴുത്ത് ആത്യന്തികമായി സ്വകാര്യമായ ഒരനുഭവമാണ്. എഴുതാതിരിക്കാൻ വയ്യ എന്നൊരു അവസ്ഥയിൽ എത്തിച്ചേരുമ്പോഴാണ് പലരും എഴുത്തിൽ വ്യാപരിക്കുന്നത്. സ്വകാര്യ അനുഭവമായി മറ്റാരെയും കാണിക്കുക പോലും ചെയ്യാതെയാണ് പലരും എഴുതിത്തുടങ്ങുന്നത്. പ്രസിദ്ധീകരിക്കാനുള്ള ആഗ്രഹവും അതേ തുടർന്നുണ്ടാവുന്ന പ്രശസ്തിയും പ്രതിഫലവും ഒക്കെ പിന്നീട് വരുന്ന കാര്യങ്ങൾ മാത്രമാണ്. എഴുതാനുള്ള ജന്മസിദ്ധമായൊരു വാസന ഉണ്ടെങ്കിൽ മാത്രമേ ഒരു യഥാർത്ഥ എഴുത്തുകാരനായി ഒരാൾക്ക് മാറാൻ കഴിയൂ. ഇങ്ങനെ എഴുതി തുടങ്ങുന്ന നവാഗതരെ കണ്ടെത്താനും പ്രോത്സാഹിപ്പിക്കാനും യോഗ്യരായ പത്രാധിപന്മാർ ഉണ്ടായിരുന്നു. NV കൃഷ്ണവാര്യരും കവി കുഞ്ഞുണ്ണിമാഷും MT വാസുദേവൻ നായരും S ജയേന്ദ്രൻ നായരും കാമ്പിശ്ശേരി കരുണാകരനുമെല്ലാം അതത് പ്രസിദ്ധീകരണങ്ങളിൽ പത്രാധിപന്മാരായിരുന്ന കാലത്ത് എഴുത്തിൻ്റെ വെള്ളി വെളിച്ചത്തിലേക്ക് കടന്നു വന്നവരാണ് ഇന്ന് മലയാളത്തിൽ അറിയപ്പെടുന്ന ഒട്ടുമിക്ക എഴുത്തുകാരും. സർഗധനന്മാരായ പത്രാധിപന്മാരുടെ കൈകളിലൂടെ വെട്ടും തിരുത്തുമേറ്റ് വളർന്നു വന്നവരായിരുന്നു അവരൊക്കെയും. സോഷ്യൽ മീഡിയയുടെ വരവോടെ പത്രാധിപന്മാരെ വേണ്ടെന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടുതന്നെ മുൻകാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരുപാട് എഴുത്തുകാർ എഴുത്തിൻ്റെ മേഖലയിലേക്ക് കടന്നു വരുന്നു. നല്ലതും ചീത്തയുമായ രണ്ടു വശങ്ങളുണ്ടിതിൽ. എഴുതാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാം എഴുത്തുകാരാവാമെന്നതാണ് അതിൻ്റെ നല്ല വശം. എഴുത്തിൻ്റെ മൂല്യവും ശക്തിയും ചോർന്നു പോകുന്നു എന്നതാണ് അതിൻ്റെ ദോഷവശം. അർത്ഥവത്തായ, മൂല്യവത്തായ, ശക്തമായ രചനകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ തീർച്ചയായും എഴുതപ്പെടുന്നുണ്ട്. ഒരു വേള അച്ചടി മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ചു വരുന്ന രചനകളേക്കാൾ മികവുറ്റ രചനകളും അവയിൽ കണ്ടേക്കാം. അച്ചടി മാധ്യമങ്ങളിലും ഇന്ന് വേണ്ടത്ര പരിചയവും അനുഭവവുമുള്ള പത്രാധിപന്മാരുടെ എണ്ണം തുലോം വിരളമാണ്. എഴുത്തുകൊണ്ട് മാത്രം ഒരാൾക്ക് ജീവിച്ചു പോവുക അസാധ്യം തന്നെ. മറ്റു മേഖലകളെ അപേക്ഷിച്ച് എഴുത്തിനുള്ള പ്രതിഫലം ഇന്നും തുച്ഛമാണ്. മലയാളത്തിൽ 2-3 പ്രസിദ്ധീകരണം ഒഴിച്ചാൽ എഴുത്തുകാർക്ക് പ്രതിഫലം തന്നെ നൽകാത്തവരാണ് അധിക പേരും. സെലിബ്രിറ്റികളായ എഴുത്തുകാർക്ക് മാത്രമാണ് മാന്യമായ പ്രതിഫലം ലഭിക്കുന്നത്. റോയൽറ്റി കൊണ്ട് മാത്രം ജീവിക്കാൻ സാധിക്കുന്നത് ഇത്തരം എഴുത്തുകാർക്ക് മാത്രമാണ്. സാമൂഹ്യ ജീവി എന്ന നിലയിൽ എഴുത്തുകാരൻ്റെ സാമൂഹിക പ്രതിബദ്ധത ചോദ്യം ചെയ്യപ്പെടുന്നതിൽ തെറ്റില്ല. എന്നാൽ നാടിൻ്റെ ഭരണസാരഥ്യം വഹിക്കുന്ന ജനപ്രതിനിധികളെപ്പോലെയും രാഷ്ട്രീയക്കാരെപ്പോലെയും ജനങ്ങളെ ബാധിക്കുന്ന മുഴുവൻ പ്രശ്നങ്ങളിലും എഴുത്തുകാരൻ പ്രതികരിക്കണം എന്ന് പറയുന്നത് ഒട്ടും ശരിയല്ല. ഒരെഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം എഴുത്തു തന്നെയാണ് അയാളുടെ മുഖ്യമായ പ്രവൃത്തി. ബാക്കിയെല്ലാം പിന്നാലെ വരുന്നതാണ്. വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് ലത്തീഫ് പറമ്പിൽ.